ജമാഅത്ത് ഇസ്ലാമിക്ക് അപ്പൊ മുസ്ലിം സമുദായത്തിൽ യാതൊരു റെലവൻസും ഇല്ലാന്ന് തന്നെയാണോ? അവരുടെ സംഘടനയിലുണ്ട്, അവരുടെ ആളുകളിലും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര വലിയൊരു ചർച്ച ചെയ്യാൻ മാത്രമുള്ളൊരു സാധനം അല്ല. കേരള മുസ്ലിങ്ങളിൽ 1% വരാത്ത ഒരു ഓർഗനൈസേഷനാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനെങ്ങനെ 40 പ്രാവശ്യം പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് അവർ നമ്പറിൽ വളരെ കുറവാണെങ്കിലും അവരാണ് ഇന്നത്തെ കേരളത്തിന്റെ ഒരു മുസ്ലിം സമുദായത്തിന്റെ ശബ്ദമായിട്ട് പുറമെ നിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നത്. പല പൊതുബോധവും പൊതുവായ പല ചിന്തകളുണ്ട്. അതാണ് മാറ്റേണ്ടത്. അപ്പം അതിന് സ്റ്റഡി നടക്കണം, പഠിക്കണം. പ്രശാന്ത് ചക്ക വിഷയത്തെ ആഴത്ത് പഠിച്ച ആളാണെന്ന് എനിക്കറിയാം. അതല്ല, ഈ ഇപ്പോഴ് പഴയതുപോലെയല്ല ജമാഅത്തിന്റെ ആശയം. അതിപ്പോ നമ്മുടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, മുസ്ലിം എന്ന പേരുകൾ മാത്രം കൊണ്ട് വിശ്വാസിയാവണമെന്നില്ല എങ്കിൽ പോലും പീഡിപ്പിക്കപ്പെടും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ സ്വത്ത് രാഷ്ട്രീയം എന്നുള്ളത് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ആയതിൻ്റെ പേരിലാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ, നമ്മുടെ ആലയങ്ങളാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ, വഖഫ് സ്വത്ത് തട്ടിയിട്ടപ്പെടുന്നെങ്കിൽ, CAA പ്രശ്നങ്ങൾ വരും. അപ്പം ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള വാദത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ വാദത്തിന് വലിയ കറൻസി കിട്ടും. ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ വന്നതിന് ശേഷമാണോ, അതിനു മുമ്പ് നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചപ്പോഴാണോ ഈ പറയുന്ന രീതിയിലുള്ള പീഡനങ്ങളോ എതിർപ്പുകളോ ഉണ്ടായത് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അന്നൊരു പ്രശ്നവുമില്ല. അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്നാണല്ലോ പോർച്ചുഗീസുകാരനെ ഇവിടുന്ന് ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സുന്നി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ മതക്കാരുമായും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജീവിതം നയിച്ചൊരു കാലത്ത് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് അജ്മീർ ഖാജ മുഖേനയാണ്. അജ്മീർ ഖാജയോട് അജ്മീറിലെ തന്നെ ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ ഇന്നും വിയോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേർച്ചകളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചോറ് വിളമ്പാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവരാണ് വരുന്നത്. മാത്രമല്ല അജ്മീറിലെ ചെമ്പിൽ ഇപ്പോഴും നോൺ വെജ് വേവിക്കില്ല മറ്റുള്ളവരെ പരിഗണിച്ചിട്ട്. അങ്ങനെയുള്ള സൗഹാർദ്ദമാണ് ഇവിടെ നിലനിന്നത്. മമ്പ്രം തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നല്ല സമരം നയിച്ച ആളാണ്. മമ്പ്രം തങ്ങളുടെ സെക്രട്ടറി കോന്തു നായരായിരുന്നു. ഉമർ ഖാദി നികുതി നിഷേധ പ്രസ്ഥാനം ഗാന്ധിജിയുടെ മുമ്പ് ഇവിടെ കൊണ്ടുവന്ന ആളാണ്. ഉമർ ഖാദിയുടെ സെക്രട്ടറി ചോയി ആയിരുന്നു. അഗ്രികൾച്ചറൽ സംവിധാനത്തിൻ്റെ ചോയ്ക്ക് 3 ഏക്കർ സ്ഥലം മൂപ്പര് പതിച്ചു നൽകിയിട്ടുണ്ട്. കുഞ്ഞായൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ തലശ്ശേരിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മങ്ങാട്ടച്ചനായിരുന്നു. പിന്നെ കോഴിക്കോട്ടെ ഷെയ്ഖ് ജിഫ്രി, അദ്ദേഹത്തിൻ്റെ ആശീർവാദമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു മൈസൂരിലെ ടിപ്പു സുൽത്താൻ വന്നപ്പോൾ ഷെയ്ഖ് ജിഫ്രി എന്താണ് ഉപഹാരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. മാനവിക്രമൻ ചക്രവർത്തിയായ സാമൂതിരിയാണെന്ന് ഭൂമി കൊടുത്തത്. അപ്പോൾ എല്ലാ മതക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ജീവിതത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ പൂർവ്വകാല പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. അതാണ് നേർച്ചകളെന്ന് പറയുന്ന കൾച്ചറൽ പ്രോഗ്രാം അതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. ഈ നേർച്ചകൾ ഇല്ലാതാക്കാനാണ് നിങ്ങൾ പറഞ്ഞ കക്ഷികൾ നേർച്ചകൾ വേണ്ട പോലുള്ള വിഷയങ്ങൾ പറയുന്നത്. അതിലൂടെയാണ് ഈ അകൽച്ചയുണ്ടാകുന്നത്. പരസ്പരം കാണാനും അറിയാനും തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ വാപ്പയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ വിശ്വാസപൂർവ്വത്തിൽ? എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കാണുന്നത് പരിസരത്തുള്ള മറ്റു മതക്കാരായ ആളുകൾ വന്നിട്ട് ജോലി ചെയ്യുന്നതാണ്. അത് കണ്ടാണ് നമ്മൾ വളരുന്നത്. ഓണവും വിഷുവൊക്കെ വരുമ്പോൾ എൻ്റെ ഉമ്മ പത്തിരിപ്പൊടിയും മറ്റുമൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കും. അവർ ചിലപ്പോൾ ചില കാണിക്ക ഇങ്ങോട്ട് കൊണ്ടുവരും. കാണിക്കുക എന്നുള്ള മലയാളത്തിലുള്ള പ്രയോഗമായിട്ട് നമ്മളങ്ങനെ കാണുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗഹാർദ്ദം നിലനിർത്തി പോവുകയാണ് വേണ്ടത്. ഈ ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുന്നത് പേടിയുള്ള ആളുകളാണ്. കാരണം എല്ലാവരും കൂടെ നിൽക്കും, നടുക്ക് പോയി നിൽക്കാം. കാരണം അവർ കുറച്ചല്ലേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് ഓരോരുത്തരും അവരവരുടെ ദിശയിൽ തന്നെ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാകുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വന്നതിന് ശേഷമാണ് ഈ മതസ്പർദ്ധ കൂടിയതെന്നാണ് ഉസ്താദ് ഉദ്ദേശിക്കുന്നത്? ഈ സൗഹാർദ്ദത്തിന് മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്ന നേർച്ചകളും അതുപോലെയുള്ള മുസ്ലിം ആഘോഷങ്ങളും
ഒക്കെ നിലനിന്നതിനെ നിരാകരിച്ചുകൊണ്ട് അത് പാടില്ല എന്നൊക്കെ പറയുന്ന ഈ പുത്തനാശയക്കാരുടെ രംഗപ്രവേശം സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ വേറിട്ട് നിൽക്കണം, അയിത്തവും തീണ്ടലും ഒക്കെ അതല്ലല്ലോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിന് അതില്ലല്ലോ. പക്ഷെ എന്നിട്ടും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് ഇത്ര അപ്പർ ഹാൻഡ് കിട്ടുന്നത് എങ്ങനെയെന്നുള്ളതാണ്. എവിടെയാണ് അപ്പർ ഹാൻഡ് കിട്ടിയത്? മുസ്ലിം ലീഗിനെ കുറിച്ച് ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആരോപണം, CPM ഒക്കെ ഉന്നയിക്കുന്ന ആരോപണം, മുസ്ലിം ലീഗ് എന്ന സംഘടന ജമാഅത്ത് ഇസ്ലാമിയാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഐഡിയോളജിക്കൽ ലെവലിൽ അവരെ സ്വാധീനിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ പറ്റി കൂടുതൽ അടുത്തറിയുന്നത് EK സമസ്തക്കാർക്കാണ്. അവരോട് ചോദിച്ചാൽ കൂടുതൽ നന്നായി അറിയാൻ കഴിയും. ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ തീരെ ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ട് അതങ്ങനെ കൂടുതൽ പരമ്പരാഗത